ക്ലാസ്സല്ലേ? ഏഴാം ക്ലാസ് ഫിഖ്ഹല്ലേ? ഫിഖ്ഹുൽ ഇസ്ലാം. കുട്ടി ജനിച്ചാൽ അക്കീഖത്ത് അറുക്കൽ സുന്നത്ത്. ഏഴാം ദിവസം സമൂഹത്തിൽ സ്നേഹവും കെട്ടുറപ്പും ഉണ്ടാവും. അപ്പോൾ സക്കാത്ത് വിതരണം ചെയ്യുമ്പോൾ അന്ത്യദിനത്തിൽ അടിമയ്ക്ക് വേണ്ടി ശുപാർശ ചെയ്യും. എന്തൊക്കെ? നോമ്പും ഖുർആനും. ദുൽഹിജ്ജ 10 ചെയ്യേണ്ട കർമ്മം എന്താണ്? കല്ലെറിയ. തിരിച്ചു നൽകാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്തവൻ കടം വാങ്ങുന്നതിൻ്റെ വിധി എന്താണ്? ഹറാമ്. അന്യപുരുഷനോട് സ്ത്രീ സലാം പറയുന്നതിൻ്റെ വിധി എന്താണ്? ഹറാം. എന്താണ്? അന്യപുരുഷനോട് സ്ത്രീ സലാം പറയൽ ഹറാമ്. ഓക്കെ, വിവരം കണ്ട് അടയാളപ്പെടുത്തുക കേട്ടോ. എക്സാം എന്ന് എഴുതി വെക്കുക. നന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ പുസ്തകത്തിൽ എന്ത് ചെയ്യുക? അടയാളപ്പെടുത്തുക. എക്സാം എന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ എഴുതുക. എന്നിട്ട് അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് വായിക്കുക. യാചന ഇല്ലാതാക്കുന്നു. എന്ത്? സക്കാത്ത് കൊടുത്താൽ എന്ത്? യാചന ഇല്ലാതാക്കാൻ കഴിയും. സക്കാത്തിൻ്റെ അവിടെ പ്രത്യേകതകൾ പറഞ്ഞെടുത്ത് കാണാം. എന്ത് ചെയ്യുക? സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആ പാരഗ്രാഫ് എന്ത് ചെയ്യണം? വായിക്കണം നല്ലോണം. ഉണ്ടോ? ആ പാരഗ്രാഫ് ഫുള്ള് വായിക്കണം. യാചന ഇല്ലാതാക്കും. സക്കാത്ത് കൊടുത്താൽ യാചന ഇല്ലാതാവും. ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മസമരം എന്താകുന്നു? ഹജ്ജ്. അപ്പം ഹജ്ജിൻ്റെ പ്രത്യേകതകൾ വായിക്കണം. അഫ്ദൽ ജിഹാദ് എന്നുള്ള പാഠല്ലേ? ഫസ്റ്റ് വരി. അപ്പോൾ എല്ലാ പാഠത്തിൻ്റെ ഫസ്റ്റ് എന്നൊരു ചോദ്യം ഉണ്ട് അല്ലേ? ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മസമരം ഹജ്ജ്. ഇമ്പോർട്ടൻ്റ് എക്സാം നാടെ എഴുതിയേക്ക് കേട്ടോ. അടുത്തത്, ഇഹ്റാം ചെയ്തവർക്ക് ഹറാമാണ്. എന്ത്? ഇഹ്റാം ചെയ്തവർക്ക് ഹറാമാണ് ജിമ. ആ ഹറാമായ കാര്യങ്ങൾ മുഴുവൻ പഠിക്കട്ടെ. ഇന്ന് എന്തായാലും ആ പോയിന്റ് പഠിച്ചത് ആ ഫുള്ള് അടിക്കണമെന്നില്ല. പക്ഷെ അതിന് മെയിനായത് എന്തായാലും പഠിക്കണം. ജിമ ചെയ്യൽ അതല്ല, ഹജ്ജിൻ്റെ പാഠം. ഹജ്ജിൻ്റെ പാഠത്തിൽ ഇഹ്റാം ചെയ്താൽ പിന്നെ പാടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പം അതിൽ ജിമാ ചെയ്യുക. ഇപ്പം ഇനി അടുത്ത പ്രാവശ്യം വേറെ ആയിരിക്കും വരിക. ആ 6-7 കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതിലേതെങ്കിലും ഒന്നായിരിക്കും വരിക. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ വായിക്കണം ആ ഭാഗം. ഓക്കെ. അല്ലാഹു തആല നിരുത്സാഹപ്പെടുത്തിയ കാര്യം ത്വലാഖ് എന്ത് ചെയ്യില്ല? അല്ലാഹു തആല പ്രോത്സാഹിപ്പിക്കുന്നില്ല. ത്വലാഖ് അതിലുണ്ടാവും. ത്വലാഖിനെ പറ്റി പറയുന്നിടത്തുണ്ടാവും. കണ്ടോ? അടുത്തത്, ബലി പെരുന്നാൾ ദിനത്തിൽ നടത്തുന്ന കർമ്മം. ബലി പെരുന്നാൾ നിരുത്സാഹപ്പെടുത്തിയ കാരണം. എക്സാം ഈ നേണ്ട എഴുതിയിട്ടുള്ള ബുക്കിൽ കണ്ടാൽ 67-ാമത്തെ പേജിൽ അല്ലേ? ഓക്കെ. ഇനി അടുത്തത്, ബലി പെരുന്നാൾ ദിനത്തിൽ നടത്തേണ്ട കർമ്മം ഏതാണ്? ഉളുഹിയ്യത്ത്. എന്താണ്? ഉളുഹിയ്യത്ത്. അത് പിന്നെ എല്ലാവർക്കും അറിയാം. വലിയൊരുന്നാൾ ഉളുഹിയ്യത്ത് ഇറക്കുക. ഹഖീഖത്തിൻ്റെ ആ പാഠത്തിൻ്റെ അടിയിലുണ്ടാവും ഉളുഹിയ്യത്തും എന്നുണ്ടാവും. ഉളുഹിയ്യത്ത് ബലി പെരുന്നാൾ എത്രാം പേജിലാണ്? 62-ാമത്തെ പേജിലുണ്ട്. ഓക്കെ. ഉളുഹിയ്യത്ത് ബലി പെരുന്നാളിൻ്റെ ദിവസത്തിലാണ് അറക്കേണ്ടത്. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കുക. ശ്വാസനാളവും ഡാഷും മുഴുവനും മുറിക്കൽ അറവിൻ്റെ നിബന്ധന. എന്തൊക്കെ മുറിക്കണം? എത്രാമത്തെ പേജ്? 61-ാമത്തെ പേജിലുണ്ട്. ഇത് ശ്വാസനാളവും അന്നനാളവും മുഴുവനും മുറിക്കുക. പരീക്ഷയ്ക്ക് വരും കേട്ടോ. നിക്കാഹ് ഏതു മാസത്തിലാണ് നടത്തേണ്ടത്? ഷവ്വാൽ മാസത്തിലാണ് നടത്തേണ്ടത്. ഓക്കെ. എത്രാമത്തെ പേജിലാണ്? 67-ാമത്തെ പേജിൽ കാണാം. നിക്കാഹ് ഷവ്വാൽ മാസത്തിലാണ് നടത്തേണ്ടത്. തെറ്റു ചെയ്യുന്നവരെ ഷവ്വാൽ മാസം. ഓക്കെ. തെറ്റു ചെയ്യുന്നവരെ ഉപദേശിക്കൽ ഡാഷാണ്. എന്താണ്? ഫർള് കിഫായാണ്. എന്താണ്? എത്ര പേജ്? ലാസ്റ്റ് 71-ാമത്തെ പേജിലുണ്ട്. ഫർള് കിഫായൻ്റെ പാഠം. അതിൽ കാണാം തെറ്റു ചെയ്യുന്നവരെ ഉപദേശിക്കൽ എന്താണ്? ഫർള് കിഫായാണ്. ഒന്നാമത്തെ അല്ലേ? എത്രാമത്തെ? തെറ്റ്. രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്ന തന്നെയാണ്. അപ്പോൾ എല്ലാ പാരഗ്രാഫ് ഒന്ന് തുടക്കമൊക്കെ ഒന്ന് നല്ലോണം വായിക്കുക കേട്ടോ. അടുത്തത്, ഫിത്തർ സക്കാത്ത് ഒരാൾക്ക് വേണ്ടി എത്ര സ്വാ കൊടുക്കണം? ഒരാൾക്ക് 1 സ്വാ വീതം കൊടുക്കണം. ഓക്കെ. അപ്പോൾ ആ സക്കാത്തിൻ്റെ പാഠത്തിലാണ് ഫിത്തർ സക്കാത്തിൻ്റെ പാഠം അല്ലേ? അപ്പോൾ അവിടെ ഒരാൾക്ക് 1 സ്വാ. ഇതൊക്കെ നമ്മൾ 5-ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാണ്. അപ്പം ഇനി എത്രാമത്തെ പേജാണ്?
എത്രാമത്തെ 43-ാമത്തെ പേജ്. ഇനി അടുത്തത് നോമ്പുകാർ 43-ാമത്തെ പേജിൽ ഒരാൾക്ക് ഒരു സോ കൊടുക്കണം അല്ലേ. ഇനി നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്? കറാഹത്ത്. ഓക്കെ, എത്രാമത്തെ പേജാ? 47. ആ പാരഗ്രാഫ് കറാഹത്തുകൾ മുഴുവൻ ഒന്ന് വായിക്കാട്ടോ. ചിലപ്പോൾ അടുത്തത് വേറെ എന്തായിരിക്കും വരിക. ഇവിടെ കറാഹത്തുകൾ ഉച്ചയ്ക്ക് ശേഷം ആ പാരഗ്രാഫ് ഒന്നായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ബ്രഷ് ചെയ്യൽ കറാഹത്താണെന്ന് അടയാളപ്പെടുത്തുക. ഓക്കെ, മഴ പെയ്താൽ അള്ളാഹുമ്മ എന്താ ചെല്ലേണ്ടത്? അള്ളാഹുമ്മ സയ്യിബൻ നാഫി. അത് കാണാതെ പഠിക്കേണ്ട. ആ ദിക്റുകളൊക്കെ ചെറിയ ചെറിയ ദിക്റുകൾ എന്തായാലും കാണാതെ പഠിക്കുക. ലാസ്റ്റ് എത്രാമത്തെ പേജാ? അത് പട്ടികളല്ലേ. മഴ പെയ്താൽ എന്താണ് ചെല്ലേണ്ടത്? മഴ പെയ്യുമ്പോൾ അള്ളാഹുമ്മ സയ്യിബൻ നാഫി എന്ന് ചൊല്ലൽ സുന്നത്താണ്. അപ്പോൾ അതെന്ത് ചെയ്യുക? കാണാതെ പഠിക്കുക കേട്ടോ. തവാഫ് തുടങ്ങുന്നത് കാബയുടെ ഏത് മൂലയിൽ നിന്നാണ്? തവാഫ് തുടങ്ങേണ്ടത് ഏത് മൂലയിൽ നിന്നാണ്? ഹജറുൽ അസ്വദ് മൂലയിൽ. ഹജറുൽ അസ്വദിൻ്റെ മൂലയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അതൊക്കെ എല്ലാവർക്കും അറിയാം. 5-ാം ക്ലാസ്സിൽ കാട്ടി തന്നിരുന്നു. ഇവിടെയാണ് ഹജറുൽ അസ്വദ് ഉണ്ടാവുക. ഇവിടെ അടുത്ത റുക്കിന്, ഇവിടെ അടുത്ത റുക്കിന്. ഇവിടെ എത്തുമ്പോൾ 1 പൂർത്തിയാവും അല്ലേ. അടുത്തത് ഒരു സംഖ്യയുടെ പകുതി സ്വതക്ക ചെയ്ത കൂലി ലഭിക്കും. ആർക്ക്? കടം കൊടുത്താൽ. ഒരാൾക്ക് 1000 രൂപ കടം കൊടുത്താൽ 500 റുപ്യ വെറുതെ കൊടുത്തതുപോലെയാണ്. അതൊക്കെ ബുക്കിലുണ്ട്. ഒക്കെ ജസ്റ്റ് അടയാളപ്പെടുത്തുന്നത് നല്ലതാണ് കേട്ടോ. 1 വേർഡ് ആണെങ്കിലും. മാടിനെ ഉളുഹിയത്ത് അറുക്കുമ്പോൾ എത്ര പേർക്ക് പങ്കുചേരാം? മാടിനെ, പോത്ത്, പശു ഇതിനൊക്കെ അടക്കാണ്. എത്ര ആൾക്ക് എന്ത് ചെയ്യാം? എത്ര ആൾക്ക് അതിൽ പങ്കുചേരാം? 7 ആളും കൂടി ഒരു പോത്തിന് അറുത്താൽ മതി. മാടിനൊക്കെ എത്ര ആൾക്ക് ചേരാം? 7 പേർക്ക് പങ്കുചേരാം കേട്ടോ. എത്രാമത്തെ പേജാ? 63-ാമത്തെ പേജ് അല്ലേ. ആടിലും എന്ത് വായിക്ക്? മാടിലും ഒട്ടകത്തിലും 7 ആളുകൾക്ക് വരെ പങ്കുചേരാം. ഓക്കെ, അപ്പോൾ അത് കബിൽത്തു നിക്കാഹ എന്നാണ് വാചകം. എന്തിൻ്റെ? കബിൽത്തു നിക്കാഹ. ഇത് ഏതിൻ്റെ വാക്കാണ്? ഈജാബിൻ്റെ ആണോ അല്ലെങ്കിൽ കബൂലിൻ്റെ ആണോ? ഏതിൻ്റെ വാക്കാണ് കബിൽത്തു നിക്കാഹ എന്നുള്ളത്? ഈജാബാണോ കബൂലാണോ? കബിൽത്തു നിക്കാഹ എന്നുള്ളത് ഈജാബ് എന്താ? ഈജാബാണ് വിവാഹം ചെയ്തു തന്നു എന്നാണ്. അതല്ലല്ലോ, സവ്വജ്തുക എന്നാണ് എന്ത്? ഈജാബ്. അപ്പോൾ കബിൽത്തു നിക്കാഹ എന്ന് പറഞ്ഞാൽ എന്താണ്? കബൂലാണ്. കബിൽത്തു എന്ന് പറഞ്ഞാൽ കബൂലിൻ്റെ വാക്കാണ് കേട്ടോ. അതിൽ തന്നെ ഉണ്ട് ഈജാബും കബൂലും എന്താണെന്നുള്ള പറഞ്ഞാൽ ആ വാക്ക് ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്. ഈജാബും കബൂലും എന്നിവയാണ് അല്ലേ. അവിടെ അവിടെ കബിൽത്തു നിക്കാഹ എന്ന് കണ്ടില്ലേ. അപ്പം എന്താണ്? സവ്വജ്തുക എന്ന് പറഞ്ഞാൽ, സവ്വജ്തുക ബിൻതി എന്ന് പറഞ്ഞാൽ ഈജാബാണ്. എൻ്റെ മകളെ വിവാഹം ചെയ്തു തന്നു. കബിൽത്തു നിക്കാഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങളെ മകളെ ഞാൻ വിവാഹം ചെയ്തു തന്നവരെ ഞാൻ സ്വീകരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനൊക്കെ ക്വസ്റ്റ്യൻ വരും എന്നർത്ഥം. തല കുനിച്ച്, ഈ തദ്രീബാത്തിൽ നിന്നായിരിക്കും അധികം ക്വസ്റ്റ്യൻ വരിക. ഇങ്ങനത്തെ ചെറുമടിയൊക്കെ, എല്ലാ തദ്രീബാത്തിൻ്റെ ചെറുമടിയൊക്കെ നല്ല നോക്കണേ. കയ്യിൽ നിന്നൊക്കെ എടുക്കുക. അടുത്തത് തല കുനിച്ച് അഭിവാദ്യം ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്? തല കറാഹത്താണ് അല്ലേ. അത് പാടില്ല, കറാഹത്താണ്. കബൂലിൻ്റെ വാക്ക് നിക്കാഹിൽ കബൂലിൻ്റെ വാചകമാണ്. ഇനി കബിൽത്തു നിക്കാഹ എന്നടുത്തത് തല കുനിച്ച് അഭിവാദ്യം ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്? കറാഹത്ത്. പാത്രം മൂടി വെക്കുമ്പോൾ എന്ത് പറയല സുന്നത്ത്? പാത്രം മൂടി വെക്കുമ്പോൾ എന്ത് പറയല സുന്നത്ത്? നോക്ക് ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. പാത്രം മൂടി വെക്കുമ്പോൾ ബിസ്മി ചൊല്ലൽ സുന്നത്താണ് കേട്ടോ. ഉറങ്ങുമ്പോൾ, നോമ്പ് തുറന്നാൽ, കാറ്റടിച്ചാൽ, അവിടെതാ പാത്രം മൂടി പേജ് 75-ലുണ്ട് അല്ലേ.
75 മൂന്നാമത്തെ പാരഗ്രാഫ്. ആ പാരഗ്രാഫ് ഒന്ന് വായിക്കും, മൊത്തം പഠിക്കുക കേട്ടോ. ചിലപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കാത്തതാണ് വരിക. ഓക്കെ, ഇനി ഇനിയുള്ളതൊക്കെ നിങ്ങൾ അടയാളപ്പെടുത്തണേ. ഇനി എന്താണ് ശ്രദ്ധിക്കുക, ഭക്ഷിക്കാൻ പാടില്ലാത്ത 4 പക്ഷികളുടെ പേര്. ആ ഭാഗം എന്തായാലും ആ ഭാഗം ഒന്ന് എടുക്കുക, വേഗം അടയാളപ്പെടുത്തുക. എന്തായാലും വരും. ചെമ്പോത്ത്, പരുന്ത്, കാക്ക, കൈ ഒക്കെ ഒന്ന് പക്ഷികളുടെ പേരാട്ടോ ചോദിച്ച്. പക്ഷികൾ മാത്രം പറ ഏതൊക്കെ? ചെമ്പോത്ത്, പരുന്ത്, കാക്ക, കഴുകൻ, മയില്, മൂങ്ങ, തത്ത, മരംകൊത്തി. ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല. കുരുവി. ഇതാ മരംകൊത്തി. ഇതവിടെ വായിക്കേ. ഇതവിടെതാ മരംകൊത്തി, വവ്വാൽ, പിന്നെ പരുന്ത്, ചെമ്പോത്ത്, കാക്ക, കഴുകൻ, മയില്, മൂങ്ങ, തത്ത, വവ്വാല്, മരംകൊത്തി മുതൽ കുറേ ഇഷ്ടമുള്ള ആ പാരഗ്രാഫ് എന്ത് ചെയ്യാൻ പഠിക്കുക. എന്തായാലും അതിൽ നല്ലൊരു ക്വസ്റ്റ്യൻ എന്തായാലും വരും കേട്ടോ, ഉറപ്പാണ്. കാണാതെ പഠിക്കണം പാരഗ്രാഫ്. വിവാഹം കൊക്കിനൊന്നല്ല, നമ്മൾ പഠിച്ചുന്നുണ്ടല്ലോ. വിവാഹം എന്തെല്ലാം തെറ്റുകളിൽ നിന്ന് തടയും? വിവാഹം കഴിച്ചാൽ എന്തെല്ലാം തെറ്റുകളിൽ നിന്ന് തടയും? നോക്ക്. അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം നോക്കുക, ഹറാമായ ബന്ധങ്ങൾ ഉണ്ടാവുക എന്നിവയിൽ നിന്നൊക്കെ തടയും. ഓക്കെ, പേജ് നമ്പർ 66 രണ്ടാമത്തെ പാരഗ്രാഫ് അല്ലേ? നോക്കി വെക്ക്. 6. ഓക്കെ, വിവാഹം അത് എഴുതി ശീലിക്കുക തന്നെ വേണം കേട്ടോ. ഒന്ന് എഴുതി വെക്കണം പരീക്ഷന് മുമ്പ് തന്നെ. ചിലപ്പോൾ നമ്മൾ അറിയുന്ന തന്നെ ആയിരിക്കും, ചെറിയ അക്ഷരത്തിട്ടൊക്കെ വരും. എഴുതി നോക്കുക. ഞങ്ങളുടെ പ്രിൻ്റ് എടുക്കാൻ പറഞ്ഞു. പലിശയുമായി ബന്ധപ്പെട്ട അള്ളാഹു തആല ശപിച്ചു. ആരെല്ലാം? പലിശയുമായി ബന്ധപ്പെട്ട അള്ളാഹു തആല ശപിച്ചു. എത്രാമത്തെ പേജാ? 57 അല്ലേ? 57. പലിശ തിന്നുന്നവനെയും നൽകുന്നവനെയും എഴുതുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവരെയും ഒക്കെ അള്ളാഹു തആല ശപിച്ചിട്ടുണ്ട്. ഇനി സാന്ത്വന പ്രവർത്തനങ്ങളിൽപ്പെട്ട 4 കാര്യങ്ങൾ എഴുതുക. ഇന്നലെ കാട്ടി തന്നില്ലേ ഞാൻ? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ. ഇതൊക്കെ എന്താണ്? സാന്ത്വന പ്രവർത്തനങ്ങളാണ് കേട്ടോ. പേജ് നമ്പർ പറഞ്ഞു കൊടുക്കും. 71 എടുക്കും. 71 71 ഉണ്ടാവും. 71 ലാസ്റ്റ് അല്ലേ? ഫർള് കിഫായൻ്റെ അവിടെ 71 അവിടെ കാണാൻ എന്ത് സ്വാതന്ത്ര്യ പ്രവർത്തനം ഒക്കെ വരട്ടാണ് ഒക്കെ അടയാളപ്പെടുത്തിയൊക്കെ എന്തായാലും നിങ്ങൾ വായിക്കണം കേട്ടോ. ഇന്ന് സ്കൂൾ പോകണ്ടോ? രോഗിയെ സന്ദർശിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫീക കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്ത് ചെയ്യുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഞാൻ പറയും, എന്നെ സിയാറത്ത് ചെയ്യാതെ ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ അവനോട് ഞാൻ പിണങ്ങിയിരിക്കുന്നു. ആ ഹദീസ് കണ്ടെത്ത്. മൻ ഹജ്ജ വലം യസുർനി ജഫാനി. ഹജ്ജിൻ്റെ പാഠം സയ്യിദ് ഷുഹൂർ എടുക്കും. അല്ല, അവിടെ ഉണ്ടാവും. അവിടെ ലാസ്റ്റ് ഉംറ നബി തങ്ങൾ സിയാറത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും. സയ്യിദ് ഷുഹൂർ അല്ലേ? നബി തങ്ങളെ പറ്റി ലാസ്റ്റ് ഒരു പിണങ്ങിയിരിക്കുന്നു. പേജ് നമ്പർ 53 53 ഇതാ ഇവിടെ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അവിടെ എക്സാം എഴുതിയിട്ടാണ്. റമളാനിൻ്റെ മാസപ്പിറവി കണ്ട വിവരം പകൽ അറിഞ്ഞാൽ എന്തു ചെയ്യണം? നോമ്പുകാരനെ പോലെ കഴിഞ്ഞു കൂടണം, പിന്നീട് ഖളാ വീട്ടുകയും വേണം. ഓക്കെ, എത്രാമത്തെ പേജാ? നോമ്പിൻ്റെ പാട്ടെടുക്ക്. ലാസ്റ്റ് അല്ലേ? എത്രാമത്തെ പേജ്? ലാസ്റ്റ് പാരഗ്രാഫ് 48ാമത്തെ പേജ് എടുക്ക്. നീ എന്താണ് അതിൽ കാണാം? ആ പാരഗ്രാഫ് മൊത്തം ഈ പേജ് മൊത്തം പഠിക്കണം കേട്ടോ. ഇവിടെ കുറേ മസലകളുണ്ട്, പഠിക്കണം കേട്ടോ. 47 പേജ് ഇമ്പോർട്ടൻ്റ് ആണ്. 48 അതിന് കുറേ ക്വസ്റ്റ്യൻ വരും.
കേട്ടോ. ഇവിടെ 2-3 മസലകൾ പ്രത്യേകം പറയുന്നുണ്ട്. എപ്പോഴും ചോദ്യം ചോദിക്കും, എല്ലാവർക്കും ഡൗട്ടുള്ളൊരു ഏരിയയാണിത്. നല്ലോണം നോക്കണം. റമദാനിൻ്റെ മാസപ്പിറവി കണ്ട സക്കാത്ത് നൽകാതിരുന്നുള്ള ശിക്ഷ നമുക്കറിയാലോ. ചുട്ടുപഴിപ്പിക്കും. അതിനെക്കുറിച്ചൊക്കെ അല്ലേ പാർശ്വഭാഗങ്ങളിൽ വെക്കും അല്ലേ. പിന്നെ സലാം പറയുന്നതിൻ്റെ വിധി ആ പാടല്ലേ, അല്ല ആരോടൊക്കെ സലാം പറയാൻ പാടില്ല എന്നതിനെ പറ്റി എഴുതുക. ഓക്കെ, ഇനി നമുക്ക് 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുക്കാൻ പോകുന്നത്. ഫിഖ്. ഇനി റിപ്പീറ്റ് വരുന്ന ഭാഗങ്ങൾ കേട്ടോ, ശ്രദ്ധിക്കണം. ഇനി ആ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യണം, നല്ലോണം നോക്കേണ്ടി വരും. 2024 എടുത്തണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, മനസ്സിനെയും പ്രവർത്തനങ്ങളെയും സമ്പത്തിനെയും ശുദ്ധീകരിക്കുന്നു എന്ത്? സക്കാത്ത്. കഴിഞ്ഞ പാടും അല്ലല്ലേ ഇതിൽ സക്കാത്തിനെ കുറിച്ച് വന്നുണ്ടോ അല്ലേ? സക്കാത്തിനെ കുറിച്ച് അതേ ഭാഗത്തുനിന്നല്ല വന്ന്. അപ്പോൾ സക്കാത്തിൻ്റെ പ്രത്യേകത എന്തായാലും പഠിക്കാം. ആ പാരഗ്രാഫ് പഠിക്കണം എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് നല്ലോണം പഠിക്കട്ടോ. മനസ്സിനെയും പ്രവർത്തനങ്ങളെയും സമ്പത്തിനെയും ശുദ്ധീകരിക്കുമെന്ത്? സക്കാത്ത്. ഓക്കെ, അടുത്തത്, നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് എന്ത്? ഉമിനീര് ഇറക്കുക, സുഗന്ധം ശ്വസിക്കുക, മൂക്കിൽ മരുന്നുറ്റിക്കുക. ഏതാണ്? മൂക്കിൽ മരുന്നുറ്റിച്ചാൽ നോമ്പ് മുറിയും. ഹാജിമാർ അറഫയിൽ നിൽക്കേണ്ട ദിവസം ഏതാണ്? ദുൽഹിജ്ജ 9 അന്ന്. തിരിച്ചു നൽകാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്തവൻ കടം വാങ്ങൽ. അതേ ക്വസ്റ്റ്യൻ വന്നാണ് കേട്ടോ. ഭക്ഷ്യയോഗ്യമല്ലാത്ത ജീവി, പ്രാവ്, തത്ത, മുയൽ. ഇതിലേതാണ്? നേരത്തെ നമ്മൾ വായിച്ചു. ഇതിൽ തിന്നാൻ പറ്റാത്ത ജീവി പ്രാവ്, തത്ത, മുയൽ. ഏതാ? തത്ത. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഉളിഹത്ത് അറുക്കുന്ന മാടിന് ഉണ്ടാവേണ്ട പ്രായം. ഉളിഹത്തിന് അറുക്കുന്ന മാടിന് എത്ര വേണം? 2 വയസ്സ് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആ ഭാഗം എന്ത് ചെയ്യുക, നല്ലോണം വായിക്കട്ടോ. സലാം അടുക്കുന്നതിൻ്റെ വിധി എന്താണ്? ഫർള് ഐനാണ്. ഓരോരുത്തരുടെയും മേൽ നിർബന്ധമാണ്. ഫർള് ഐനാണ് അല്ലേ. ഫിത്ർ സക്കാത്ത് പെരുന്നാൾ സലാം പറയാൻ മടക്കണം. എന്നോട് ആര് സലാം പറഞ്ഞാൽ മടക്കൽ നിർബന്ധമാണ്. പെണ്ണുങ്ങളോട് പറയാം, ആണുങ്ങളോട് അറിയരുത്. അന്യ ആണുങ്ങളോട് പറയരുത്. ഫിത്ർ സക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തേക്കാൾ പാടില്ല. വേറെ എന്തെങ്കിലും പറഞ്ഞാൽ മതി. ഫിത്ർ സക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തേക്കാൾ പിന്തിപ്പിക്കൽ എന്താണ്? കറാഹത്ത് അല്ലേ. പെരുന്നാളിൻ്റെ ദിവസത്തേക്കാൾ പിന്തിപ്പിക്കലോ? ഹറാം അല്ലേ. പെരുന്നാൾ നിസ്കാരത്തേക്കാൾ പിന്തിപ്പിക്കൽ കറാഹത്താണ്. പെരുന്നാളിൻ്റെ ദിവസത്തെ കഴിഞ്ഞിട്ട് പിന്തിപ്പിക്കലോ ഹറാമാണ്. ഫിത്ർ ഹജ്ജിന് ഇഹ്റാം ചെയ്തവർ നഖം മുറിക്കൽ ഹറാമട ഉണ്ടോ? ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ പിന്നെ ആ കാര്യങ്ങൾ മൊത്തം പഠിക്കണം എന്ന് പറഞ്ഞില്ലേ, അവിടെ നിന്നാണ് ആ ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനൊക്കെ ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഹറാം. ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ പിന്നെ നഖം മുറിക്കാൻ പാടില്ല, അത് ഹറാമാണ്. ഒക്കെ നമ്മൾ നേരത്തെ വരട്ടാണ്. ഷെയർ ബിസിനസ് നടത്തൽ ഹലാലാണ്, വേണമെങ്കിൽ നടത്താം. ചെയ്താൽ കൂലിയില്ല, ശിക്ഷയില്ല. സഈ ചെയ്യുമ്പോൾ വുളു ഉണ്ടാവൽ സുന്നത്താണ്. എന്താണ്? സുന്നത്താണ്. ഒരാൾക്ക് ഒരു റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്ന ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. ത്വാഫ് തുടങ്ങേണ്ടത് എവിടെ വെച്ചിട്ടാണ്? റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. ഹജറുൽ അസ്വദ്. അളവിലും തൂക്കത്തിലും ഡാഷ് കാണിക്കരുത്, കൃത്രിമത്വം കാണിക്കരുത്. മൃഗങ്ങളെ അറക്കുമ്പോൾ അന്നനാളവും ഡാഷും മുഴുവനും മുറിക്കണം, ശ്വാസനാളം. ഒക്കെ എന്താണ്? റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. പെൺകുട്ടിക്ക് ഡാഷ് അക്കീഖത്ത് അറക്കലാണ് സുന്നത്ത്, ഒരു ആടിനറക്കൽ. മഴ പെയ്താൽ എന്ത് പറയണം? അത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നിക്കാഹ് ചെയ്യൽ സുന്നത്തുള്ള മാസം, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. ഏത് മാസം? ശവ്വാൽ. വൈദ്യശാസ്ത്രം പഠിക്കുന്നതിൻ്റെ വിധി, ഫർള് കിഫായ. സക്കാത്ത് നിർബന്ധമില്ലാത്തൊരു പഴം, ആപ്പിള്, മുന്തിരി. ഇല്ല, ആപ്പിള് അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഇത് അല്ലേ. ഈത്തപ്പഴം, മുന്തിരി അല്ലാത്ത ഏതും. ഈത്തപ്പഴം എഴുതാൻ പാടില്ല, മുന്തിരി എഴുതാൻ പാടില്ല. കരക്ക അല്ലേ. അപ്പോൾ എന്താണ്? ബാക്കി ഏത് പഴം എഴുതാം. നിങ്ങളുടെ നാട്ടിലെ സ്ട്രോബെറിയോ ബെറിയോ
പേരക്കെ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ എല്ലാം ഇതാട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് നോമ്പ് തുറക്കാൻ ഏറ്റവും ഉത്തമമായ വസ്തു ഏതാണ്? ഈത്തപ്പഴം. ഏതാണ്? ഈത്തപ്പഴം. മക്കയോട് വിട പറയുന്ന നേരത്തുള്ള തുവാഫിന്റെ പേരെന്താണ്? തുവാഫുൽ വദാ അല്ലേ? കുടുംബിനെ ഭക്ഷിക്കുന്നതിന്റെ വിധി എന്താണ്? ഹലാല്. ഹുദിയത്ത് അറക്കുമ്പോൾ എന്ത് ദിക്ർ ചൊല്ലണം? ആ ഭാഗം നോക്കി ബിസ്മി ചൊല്ലുന്നതിന് മുമ്പ് 3 തക്ബീർ ചൊല്ലണം. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം അല്ല ഫുള്ള് എഴുതണം. സ്ഥലം ഉണ്ടെങ്കിൽ ഫുള്ള് എഴുതണം കേട്ടോ. അല്ലാഹുമ്മ ആദിഹി മിൻക വൈലൈക ഫതഖബ്ബൽ മിന്നി എന്ന് ഹലാലൻ ത്വയ്യിബ എന്നുള്ള പാടല്ലേ. അടുക്ക് ബിസ്മി ചൊല്ലുന്നതിന് മുമ്പ് 3 തക്ബീർ, ബിസ്മിക്ക് ശേഷം 3 തക്ബീർ ചൊല്ലുക. എന്നിട്ട് അല്ലാഹുമ്മ ആദിഹി മിൻക വൈലൈക ഫതഖബ്ബൽ. അവിടെ സ്ഥലം ഉണ്ടെങ്കിൽ അത് ഫുള്ള് എഴുതണമല്ലേ. എന്താ കാട്ടി അല്ല ആ പാരഗ്രാഫ് മൊത്തം തുടങ്ങാം കേട്ടോ. ശേഷം 3 സ്ഥലമല്ല അതിൻ്റെ ആണ്. സ്ഥലം ഉണ്ടെങ്കിൽ എഴുതണം. വലിയ ഓക്കെ. അത് ദിക്ർ എന്താ? അല്ലാഹു ആദിഹി മിൻക എന്നാണ് ദിക്ർ. സ്ഥലം ഉണ്ടെങ്കിൽ ഇത് ഫുള്ള് എഴുതുമ്പോൾ എന്ത് ചെയ്യും? ഫുൾ മാർക്ക് വേഗം തന്നെ ഫുൾ അടി ശരി. എല്ലാം പഠിച്ച ആളാന്ന് മനസ്സിലാവും. വിവാഹം സുന്നത്താണ്. എങ്ങനെയുള്ള ഇണയെ തിരഞ്ഞെടുക്കണം? ദീനും സൽസ്വഭാവമുള്ള ഇണയെ തിരഞ്ഞെടുക്കണം. സാന്ത്വന പ്രവർത്തനം എന്നാൽ എന്ത്? നേരത്തെ റിപ്പീറ്റ് ക്വസ്റ്റ്യനിലെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതാണ് സ്വാന്തന പ്രവർത്തനം. ഇടിയുണ്ടാകുമ്പോൾ എന്തു ചൊല്ലണം? ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. പരീക്ഷയ്ക്ക് വരുന്നുള്ളത് അടയാളപ്പെടുത്തിക്കൊള്ളേ. സുബ്ഹാനല്ലദി യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖിഫതിഹി. സദഖയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസ് എന്താണ്? അന്ന് കണ്ടെത്തി. എന്തായിരുന്നു? ഇത്തക്കുന്നാറ വലോ ബിശിക്കി തമ്രത്തൻ അല്ലേ. ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നരകത്തിനെ സൂക്ഷിക്കണം. അടയാളപ്പെടുത്തിന് അല്ലേ. എവിടെ? ഇത് വെച്ചില്ല ആ സദക്കൻ്റെ പാഠം തുടങ്ങണോടത്ത് ഞാൻ കാട്ടി തന്നിരുന്നു. സക്കാത്തിൻ്റെ ആ ഭാഗമല്ലേ. സക്കാത്തിൻ്റെ പാഠം എടുക്കുക. അതിലൊരു ഇവിടെ ലാസ്റ്റ് 43-ാമത്തെ പേജിൻ്റെ ലാസ്റ്റ് അവിടെ എക്സാം എഴുതിക്കോ. 43-ാമത്തെ പേജ് എക്സാം എഴുതിക്കോട്ടോ. നോമ്പ് തുറന്ന ഉടനെ എന്തു ചൊല്ലണം? അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്കിക അഫ്തർതു ദഹബൽ ളമഉ വബ്തല്ലത്തിൽ ഉറൂഖു തൽ അജ്ർ ഇൻഷാഅല്ലാഹ്. ഓക്കെ. അപ്പോൾ അത് ഒക്കെ എന്ത് ചെയ്യണം? നല്ലോണം നോക്കട്ടോ. അടുത്ത ഭക്ഷ്യയോഗ്യമല്ലാത്ത 4 ജീവികളുടെ പേര്. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പക്ഷികളല്ലാത്ത ഇതിൽ കേട്ടോ. അപ്പൊ പുലി, ആന, കുറുക്കൻ. ഇതിലും സലാം പറയൽ. അത് സെയിം ക്വസ്റ്റ്യൻ. എന്തായാലും പഠിച്ചോളിട്ടോ. അടുത്ത് പറയാൻ പറ്റും. അക്കീക്കത്ത് അറുക്കൽ ഉണ്ടോ?